സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവ്യറിയസ് പിതാവ് വളരെ ദിവസങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഓട്ട പ്രദക്ഷിണം പോലെയാണ്. ഓരോ ദിവസവും ഇന്നലെ ഫിലാഡൽഫിയയിലായിരുന്നു, ഇത് ന്യൂജേഴ്സി വന്നു, അവിടുന്നാണ് ലോങ് ഐലൻഡ് വന്നത്. ഇനിയും നാളെ ഈ സമയത്ത് ഞങ്ങൾ ഫ്ലൈറ്റിലായിരിക്കും. അതുപോലെ ഉള്ള സമയം കൊണ്ടാണ് ഇത്രയും പള്ളികൾ കവർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് 12 ദേവാലയങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 17-ാം തീയതി മുതൽ കവർ ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ജ്ഞാനായ ദീപത്തിനകത്ത് വാർത്തകൾ വരുന്നുണ്ട്, അതിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെയും വരുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. അച്ഛൻ മുഴുവൻ കാര്യങ്ങളും ശക്തമായിട്ട് പറഞ്ഞു, നടക്കുന്ന കാര്യങ്ങൾ വരെ പറഞ്ഞു. വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഞാനാണെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പം ന്യൂയോർക്കിലെ മൻഹാട്ടനിലാണ് എന്നെ കൊണ്ടുവന്ന രാജൻ കുര്യാക്കോസ് അവിടെ ഇരിപ്പുണ്ട്, അസോസിയേഷൻ മെമ്പറാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് എൻ്റെ മകളും മരുമകനും ഇവിടെ ഉണ്ട്. അവർ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരാഴ്ച പോലും ആയില്ല ഒന്ന് ചാർജ് എടുത്തിട്ട് ഇന്ത്യയുടെ പ്രതിനിധിയായി യു എന്നിന്റെ പ്രതിനിധിയായി ഇന്ത്യ ഗവൺമെന്റ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തതാണ്. അവിടെ കയറി ഞങ്ങളുടെ പെട്ടിയൊക്കെ വെച്ചു കൊടുത്തതിനെ രാജൻ അവിടെ നിർത്തത്തില്ല, ഇവിടുന്ന് വിളി വരുന്നു, പോണമെന്ന് പറഞ്ഞാലും ഞാൻ ഓർത്ത് ലാസ്റ്റിലെ ദേവാലയമാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്ന ഏറ്റവും അവസാനത്തെ ദേവാലയമാണ്. ഒരു ദേവാലയം പോലും വിട്ടുപോകാതെ എന്നാൽ ഇവിടെ വരാമെന്ന് ഞങ്ങൾ പുറകിൽ വന്ന് തിരുമേനി കയറി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഞാൻ 2018 ഇവിടെ വന്നു, ബഹുമാനപ്പെട്ട അച്ഛന്റെ ഭവനത്തിലൊക്കെ ഞങ്ങൾ വന്നു ഇതിലേക്ക്. പക്ഷേ ഈ ദേവാലയം കണ്ടിട്ടില്ല. അപ്പൊ എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലോങ് ഐലൻഡ് ദേവാലയം ഒന്ന് കാണണമല്ലോ. ഞാൻ വിചാരിച്ചതിലും വലിയ ദേവാലയമാണ്, മനോഹരമായ ഒരു ദേവാലയം. ഇതിലെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. നമുക്കറിയാമല്ലോ, അമേരിക്കയിലുള്ള മിക്ക വൈദികരും ഓൺലൈനിലും ഒക്കെ ഇത് പഠിച്ചിട്ട് കുർബാന പഠിച്ചിട്ട് വന്ന് ചൊല്ലുന്ന ഒത്തിരി വൈദികരുണ്ട്. എന്നാൽ പുരാതനമായി സഭയുടെ പഠിപ്പിക്കുകൾ മുഴുവൻ പഠിച്ച് എടുത്ത് നാട്ടിൽ ഏറെക്കാലം സമുദായത്തിൽ സേവനമനുഷ്ഠിച്ചിട്ട് ഒരു പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത അറിയാമെന്ന അച്ഛനാണ് നിങ്ങൾക്ക് വികാരിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഇവിടെ വന്ന പ്രാർത്ഥനകളും ഒക്കെ കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. സന്ധ്യാപ്രാർത്ഥന സമയത്തൊക്കെ മറ്റുള്ള ദേവാലയങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല, ഇത്രയും അറിയാമെന്ന അല്ലെ സുറിയാനി ഭാഷകൾ അറിയാമെന്ന, സഭയെ കുറിച്ച് അറിയാവുന്ന, ആരാധനയെ കൊണ്ട് അറിയാവുന്ന വൈദികരൊക്കെ ഇപ്പോൾ സീനിയറായ വൈദികരൊക്കെ വളരെ ചുരുക്കമാണ്. ഈ ദേവാലയത്തിലെ ആളുകൾക്കെല്ലാം ഈ ഇങ്ങനെ ഒരു തോമസ് അച്ഛൻ ചെറുത്തലയ്ക്കൽ എന്ന് പറയുമ്പോൾ എന്നെ മിക്കവാറും വിളിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വാട്സപ്പ് ഇല്ല. ഇങ്ങോട്ടൊന്ന് തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് വിളിക്കുന്ന പറഞ്ഞാൽ അമ്മായിയെ വിളിച്ചിട്ട് വേണം അച്ഛനെ കണക്ട് ചെയ്യാൻ. അപ്പൊ അച്ഛൻ അവിടെ കാണത്തില്ല, റൂമിലായിരിക്കും. വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് വിളിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അച്ഛൻ ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ തരും. വിളിച്ചു കിട്ടുമ്പോൾ എന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന, ഓരോ ആഴ്ചകളിലും വിളിച്ചുകൊണ്ടിരുന്ന. അടുത്ത സമയത്ത് വിളിക്കാനായിട്ട് സമയത്തിന്റെ കുറവുകൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷെ അച്ഛൻ നല്ല ഉപദേശങ്ങൾ തരും. സമുദായത്തിൽ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എപ്പോഴും ഞാൻ ഓർക്കും. സഭയിൽ കൂടുതൽ സമുദായത്തിൽ മെത്രാപ്പോലിത്തന്മാരുണ്ടാകുമ്പോൾ അവരുടെ കൂടെ കുറച്ചാളുകൾ കൂടും. അത് പണ്ട് തൊട്ടേയുള്ള ഒരു രീതിയാണ്. അവർക്ക് വേറെ സമുദായം രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ സമുദായത്തിലെ വിഷയങ്ങളോ ഒന്നുമല്ല. അവർക്ക് ബന്ധങ്ങൾ കണക്കാക്കി അല്ലെ സ്നേഹബന്ധത്തിൽ ഒരു ചെറിയ കൂട്ടം കാണും. അച്ഛൻ പറഞ്ഞാൽ അതിനെ ഒരിക്കൽ പോലും ഇല്ലാതാക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു ഏതാനും ചുരുങ്ങിയ ആളുകൾ ആ മെത്രാച്ചന്റെ കൂടെ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അല്ലെ സമുദായത്തിന് വിരുദ്ധമായിട്ടാണോ ഒന്നും നോക്കാതെ കൂടും. പക്ഷേ ഞങ്ങളൊക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ബന്ധങ്ങളൊന്നും നോക്കുന്നയാളല്ല, സമുദായത്തിന്റെ ഉന്നമനം മാത്രം. ഇപ്പം കഴിഞ്ഞ 2017 കയറിയതാ. 17 പോയിട്ട് ഇപ്പോൾ ഏകദേശം 7 വർഷം കഴിഞ്ഞു. സമുദായ സെക്രട്ടറി ആയിട്ടിരിക്കുക. 2ാം ടീമും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് എന്നെ തെരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ സമുദായം നിലനിൽക്കണം. ഇവിടെ സമുദായ മെത്രാപ്പോലീത്ത ഉണ്ട്. സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് അറിയാം, പാത്രികീസ് ബാവ ഞാൻ തുറന്ന് പച്ചയായ രീതിയിൽ സത്യം പറയുകയാണ്, ഒരു പൊളിറ്റിക്സും അല്ല. പാത്രികീസ് ബാവ സിനഡിൽ സംസാരിച്ചത് ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ അവർ വലിയ ശ്രേഷ്ഠ സമുദായമാണെന്നാണ് അവരുടെ വിചാരം. എന്നാൽ ജ്ഞാനായ കത്തോലിക്കയിൽ നിന്ന് വിവാഹം ചെയ്താൽ
അവരുടെ പേരിൽ ഒരു നടപടിയുമില്ല. യാക്കോബായ സഭയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ പുറത്താക്കുന്നു. ഇത് ശരിയാണോ? അത് അംഗീകരിക്കാൻ പാടില്ലെന്ന് ആഗമാന സുറിയാനി സഭയുടെ സിനഡിൽ പറയുന്നതാണ്. അത് സമുദായ സെക്രട്ടറി വിളിച്ചു പറയുമ്പോൾ എനിക്കിട്ട് വാറോലകൾ എഴുതിക്കൊണ്ടിരിക്കുക. സത്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കള്ളമോ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അസോസിയേഷൻ മീറ്റിങ്ങുകളൊക്കെ കാണുന്ന നമ്മൾ എവിഡൻസിന്റെ പുറത്ത് വെച്ച അതിന്റെ വോയിസ് ക്ലിപ്പിങ്ങുകളുണ്ട്. പാത്രീസ് ബാബായുടെ സെക്രട്ടറിയുടെ വോയിസ് ക്ലിപ്പിംഗ് എന്റെയിലുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ബാബ അങ്ങനെ തന്നെ ഇപ്പോഴല്ല നേരത്തെ തൊട്ട് ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജ്ഞാനായക്കാര് എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നതിൽ അവരെ നമ്മുടെ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ള ക്രൈസ്തവ സഭകളെല്ലാം അതിനെ വിമർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുന്ന അന്ത്യോക്യ സഭയും അത് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ അടിയാണ് സമുദായ മെത്രാപ്പൊലീത്തായ്ക്ക് ലഭിച്ചത്. നമുക്കറിയാമല്ലോ, ജ്ഞാനായ സഭയോട് ഞാൻ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, അവിടെ ഇസ്രായേലിൽ നിന്ന് പോന്നപ്പോൾ യഹൂദ ജനം അതിനുവേണ്ടി അവരെ ഓരോ ആഴ്ചയിലും അവരുടെ ഞായറാഴ്ച ദിവസമല്ല, അവര് ശനിയാഴ്ച ഞാൻ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എന്റെ സണ്ണിലോട് ഉണ്ടായിരുന്ന സമയത്ത് 2 മാസത്തോളം ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവര് ശാബത്ത് ആചരിക്കുന്നത് ശനിയാഴ്ചയാണ്. ആ ശനിയാഴ്ച അവര് എല്ലാവരും ഒത്തുകൂടും. തിരുമേനി പറഞ്ഞതുപോലെ അവര് യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് പെസഹ ആചരിക്കുന്നത് അവരുടെ പാരമ്പര്യമാണ്. കറക്റ്റാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ജ്ഞാനായ സമുദായത്തിന്റെ എൻഡോഗമി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജ്ഞാനായ സമുദായ മെത്രാപ്പൊലീത്ത ശക്തമായിട്ട് നിന്നപ്പോൾ അദ്ദേഹത്തിന് അടി കിട്ടി. ഇങ്ങനെ അത് വേറെ എന്തിനു വേണ്ടിയാണ് ചെയ്തത്? എന്തിനാ ഈ മെത്രാപ്പൊലീത്തായെ സസ്പെൻഡ് ചെയ്തെന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാം? എന്തിനാണ് ചെയ്തത്? ഒരു സസ്പെൻഷൻ ഒരു സമുദായത്തിലെ മെത്രാപ്പൊലീത്ത ചെയ്യുന്ന കാരണങ്ങൾ വേണം. ഒരു കാരണവുമില്ല. ചില ചുമ്മാ ഓരോ കാരണങ്ങൾ പറയും. അവിടെ അച്ഛനെ വെച്ചു, അവിടെ അച്ഛനെ നിയമിച്ചു, അതൊക്കെയാണ് ഒരു കാരണം. അവിടെ ഒരു പാത്രികീസ് ബാവ പറയുന്നത്, ഞാൻ അവിടെ കോട്ടയം കാതോലിക്ക ബാവ MC റോഡ് വഴി പോയപ്പോൾ അവിടെ സെമിനാരിയിൽ ഒന്ന് കയറി. അതൊരു കാരണമാണോ? ജ്ഞാനായക്കാരവിടെ നമുക്കറിയാം, നാട്ടിൽ നമ്മളെല്ലാവരും എല്ലാ ക്രൈസ്തവ സഭകളുമായിട്ട് ഭയങ്കര ഐക്യത്തിൽ പോകുന്നതാണ്. അവിടെ നിലയ്ക്കൽ എക്യൂമെനിക്കൽ സെന്റർ ഉണ്ട്. അതിന്റെ മീറ്റിംഗ് വരുമ്പോൾ നിലയ്ക്കൽ എക്യൂമെനിക്കലിൽ സമുദായ മെത്രാപ്പൊലീത്ത വൈസ് പ്രസിഡന്റ്, കേരള ക്രിസ്ത്യൻ കൗൺസിലുണ്ട്. ആ കൗൺസിലിനകത്തും മെമ്പറും അതിന്റെ സ്റ്റേജിൽ ഇരിക്കുന്നയാളാണ്. അപ്പൊ അപ്പുറത്തിരിക്കുന്ന മെത്രാച്ചന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ അരമനകളിലും പോകും. അവിടുത്തെ കാതോലിക്ക ബാബ പറഞ്ഞു, ഞാൻ അച്ഛനായിരുന്ന സമയത്ത് ക്ലിമി സിനിമയുടെ കാലത്ത് അപ്രേ സെമിനാരിയിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ, എനിക്ക് ആ സെമിനാരി ഇത് കാണണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും പറയുമോ? ഒരു ഭവനത്തിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നോ പറയുമോ? അതിനെന്താ ബാബ വന്നോളാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ആതിഥ്യ മര്യാദ അനുസരിച്ച് ഭക്ഷണം കൊടുത്തു പോയി. അതാണ് ഒരു കാരണം. സമുദായ മെത്രാപ്പൊലീത്ത സത്യമൊക്കെയാണോ കാരണങ്ങൾ? നമുക്കറിയാം. ഇപ്പൊ അച്ഛൻ ഇവിടെ പറഞ്ഞു, ജ്ഞാനായ ദിനം ജനുവരി 15-ാം തീയതി സക്കാപ്രദവും പാത്രികീസ് ബാവ സമുദായ മെത്രാപ്പൊലീത്തായെ പട്ടം കൊടുത്ത അന്ന് സമുദായ ദിനമായിട്ട് ആചരിക്കാൻ പറഞ്ഞു. മലയാള മനോരമ കലണ്ടറിൽ എല്ലാ വർഷവും ആഗസ്റ്റ് 15 അവിടെ ചുമന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ജ്ഞാനായ ജനുവരി 15 ജ്ഞാനായ സമുദായ ദിനമെന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വർഷം തൊട്ട് അത് ആഘോഷിക്കുവാനും തുടങ്ങി. ഇനി അതെല്ലാ വർഷവും ആഘോഷിക്കണം എന്നുള്ള രീതി. ഞാൻ പറഞ്ഞത് അതുപോലെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ് ജ്ഞാനായക്കാര്. അതിന് ചിലർക്കൊക്കെ ചില രീതിയിൽ അല്ലെ അധികാരം കിട്ടുന്നതിന് വേണ്ടി ചിലരുടെ തൽപര കക്ഷികളുടെ അല്ലെങ്കിൽ സഹായ മെത്രാച്ചന്മാർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടിയാണ് സമുദായ മെത്രാപ്പൊലീത്തായെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാബ ചെയ്യുന്നതാണെന്ന് ബാബയാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യിപ്പിക്കുന്നത് സഹായ മെത്രാച്ചന്മാരാണ്. നമ്മളത് പറയുന്നുടനെ നമ്മുടെ മണ്ടയിലോട്ട് കയറുക. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ജ്ഞാനായ സമുദായം സൂര്യനും ചന്ദ്രനും ഉള്ളിടത്തോളം കാലം നിലനിൽക്കണം. ആ നിലനിൽക്കുന്നതിന് വേണ്ടി ജ്ഞാനായ സമുദായത്തിൽ ഒരു സമുദായ മെത്രാപ്പൊലീത്തായെ 3 സഹായന്മാരെയും ഞങ്ങളല്ലേ തെരഞ്ഞെടുത്തത്. ജ്ഞാനായ അസോസിയേഷന്റെ ഇവിടെ മെമ്പർമാരുണ്ട്. ഇവിടെ ടിജു അവിടെ ഇരിക്കുന്നു. അവിടെ അസോസിയേഷനിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ കൂടെ ഉണ്ട്. ഇവിടെ 2 പേരാണല്ലോ, സാബു പുറയാറ്റ്. അങ്ങനെ 2 അസോസിയേഷൻ മെമ്പർമാരെ തെരഞ്ഞെടുത്തത് ഈ ദേവാലയമാണ്. ഇങ്ങനെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും കൂടുന്ന അസോസിയേഷൻ മെമ്പർമാരാണ് അവിടെ വന്ന് സമുദായ മെത്രാപ്പൊലീത്തായെ തെരഞ്ഞെടുക്കുന്നത്, ഭരണഘടന അമെന്റ് ചെയ്യുന്നത്. പരമോന്നത ബോഡി എന്ന് പറയുന്ന സമുദായം അസോസിയേഷനാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, യാക്കോബായിലെ സഭയിലെ എത്ര പള്ളികൾ പോയി. അച്ഛനൊക്കെ അറിയാം.
ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഹൈക്കോടതി 6 പള്ളികളാണ് ഒരാഴ്ച കൊണ്ട് നഷ്ടപ്പെട്ടത്. ഏതാണ്ട് 70-ൽ പരം പള്ളികൾ ഇപ്പൊ അവരുടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ പള്ളികളും ഈ യാക്കോബായ ഓർത്തഡോക്സ് കേസിനകത്ത് ജ്ഞാനായ സമുദായത്തിന്റെ ദേവാലയങ്ങളുടെ ലിസ്റ്റുമുണ്ട്. പക്ഷെ അവരിപ്പോഴും വികാരിമാരെ അവര് നിയമിക്കുന്നുണ്ട് അവരുടെ റെക്കോർഡും പ്രകാരം. ഈ അടുത്ത സമയത്ത് ഫാർമസി കോളേജിൽ ഒരു ലെറ്റർ വന്നു. ഫാർമസി കോളേജിലെ അവിടെ അവരുടെ ഒരു മീറ്റിങ്ങിന് അവിടെ ഒരു അച്ഛനെ നിയമിച്ചിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ പേപ്പറുകൾ ശരിയാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാ. അത് ലീഗലി 1934 ഭരണഘടന ജ്ഞാനായ സമുദായം മലങ്കര സഭയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഒരു ഭരണഘടനയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല. ഈ ഭരണഘടന നശിച്ചു പോയാൽ, അല്ലെ ഈ ഭരണഘടനയിൽ വെള്ളം ചേർത്താൽ, ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ, അതാണ് പാത്രീസ് ബാബ പറയുന്നത്. പാത്രീസ് ബാബ പറയുന്നത് ഈ ഭരണഘടനയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, എന്തോ ഭരണഘടനയെന്നാ. ഭരണഘടന എന്ന് കേൾക്കുമ്പോൾ തന്നെ പാത്രീസ് ബാബയ്ക്ക് കലിയ. ഞങ്ങൾ എഴുതുന്നുണ്ട് സമുദായ ഉത്തരവാദിത്ത പറയും എപ്പോഴും ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് എഴുതരുത്. ബാബായ്ക്ക് അത് കേൾക്കാൻ വയ്യ. ഈ ഭരണഘടന ഇല്ലെങ്കിൽ ജ്ഞാനായ സമുദായമേ ഇല്ലാതെയാകും. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. യാക്കോബായിലെ സഭയിലെ ഏതെങ്കിലും ഒരു ദേവാലയം പാത്രീസ് ബാബായ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? എന്നാ ഒരു കൽപ്പന കൊണ്ടയച്ചാൽ മതിയല്ലോ. ഇവിടെ നമ്മൾ ഭരണഘടന പ്രകാരം ജ്ഞാനായ സമുദായം ഭരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഭരണഘടന പ്രകാരം തെരഞ്ഞെടുത്ത സഹായ മെത്രാപ്പോലിത്തന്മാർക്കും ഭരണഘടന അന്ത്യോക്യ ഭരണഘടന അനുസരിച്ചാണ് പാത്രീസ് ബാബായെ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതാ. അന്ത്യോക്യയിലെ ആഗമാനുസറിയാനി സഭയുടെ ഭരണഘടന അദ്ദേഹത്തിന് ബാധകമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന നമ്മുടെ മെത്രാച്ചന്മാർക്കും ബാധകമല്ലേ? ആ ഭരണഘടന അംഗീകരിച്ചാൽ ഇവിടുത്തെ വിഷയങ്ങൾ തീർന്നു. സമുദായ മെത്രാപ്പൊലീത്തായ്ക്ക് ഒരു അധികാരവും വേണ്ട. ജ്ഞാനായ അസോസിയേഷൻ തീരുമാനിക്കട്ടെ, ഇദ്ദേഹത്തെ നമുക്ക് മാറ്റി നിർത്താം. അത് പക്ഷെ ജ്ഞാനായ അസോസിയേഷൻ തീരുമാനിക്കണം. ആ പാത്രീസ് ബാബ അല്ല. ഒരു വൈദികനെ ജ്ഞാനായ സമുദായത്തിന് വാഴിക്കണമെന്നുണ്ടെങ്കിൽ ജ്ഞാനായ അസോസിയേഷനാണ് അത് തിരഞ്ഞെടുക്കുന്നത്. പാത്രീസ് ബാബ ഒരു വൈദികന്റെ പേര് വിളിച്ച് ഇങ്ങോട്ട് വന്ന് പട്ടം കൊടുക്കുകയല്ലല്ലോ. മറ്റുള്ള യാക്കോബായ സഭയിലൊക്കെ പാത്രീസ് ബാബ ഓരോരുത്തരെ പേര് പറഞ്ഞ് സീനഡൊക്കെയാ. അവിടെ അസോസിയേഷനൊന്നുമില്ല. എന്നാൽ നമ്മളുടെ ആദിമകാലം തൊട്ടേ അസോസിയേഷൻ തെരഞ്ഞെടുത്ത നമ്മുടെ മെത്രാച്ചന്മാരുണ്ടായിട്ടുള്ളൂ. അതിന് വിപരീതമായി ചെയ്താൽ തീർച്ചയായിട്ടും ജ്ഞാനായൊക്കെ പറ്റി അതിനകത്ത് പ്രതികരിക്കും. ഞങ്ങൾ ശക്തമായിട്ടിരിക്കും. ഞങ്ങളെ കുറെ അതും ഇതും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ അതിനെ നഖശികാന്ത് എതിർക്കും. നമുക്കൊരൊറ്റ കാര്യമേ ഉള്ളൂ, ജ്ഞാനായ സമുദായം നിലനിൽക്കണം. നമ്മുടെ എൻഡോഗമി നിലനിർത്തണം. അല്ലെങ്കിൽ നിങ്ങൾ പറ എൻഡോഗമി നിലനിർത്തണ്ട. നിങ്ങൾക്ക് നാടുമായിട്ട് വിട്ടൊരു തിരുമേനി പറഞ്ഞതുപോലെ അമേരിക്കൻ ജ്ഞാനായ എന്ന് പറഞ്ഞ് പോകാനായിട്ട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാം, അങ്ങനെ മാറാം. പാത്രീസ് ബാബ പറയുന്നത് അങ്ങനെ മാറണമെന്നാ. അമേരിക്ക, കാനഡ, യൂറോപ്പ് ഒരു മേഖല പരമാധികാരം അവിടുത്തെ സഹായ മെത്രാച്ചന്, റാന്നി മേഖല അവിടുത്തെ പരമാധികാരം സഹായ മെത്രാച്ചന്, കലിശ്ശേരി മേഖല അവിടുത്തെ സഹായ മെത്രാച്ചന്. ഇങ്ങനെ 4ആയിട്ട് ഈ ജ്ഞാനായ സമുദായത്തെ വെട്ടിമുറിക്കാൻ 15 കൽപ്പന തന്നു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങുന്ന അവിടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ സമുദായത്തെ 4ആയിട്ട് കഷ്ണമാക്കി കീറുക. അമേരിക്ക ഒരു സ്വതന്ത്ര സഭ, റാന്നി സ്വതന്ത്ര സഭ. ആകപ്പാടെ നമുക്കറിയാം എത്ര പള്ളികളുണ്ട്, കൂടി വന്നാൽ 10-20 പള്ളികൾ വെച്ചിട്ടുണ്ട്. അമേരിക്ക സ്വതന്ത്രം, റാന്നി സ്വതന്ത്രം, ചിങ്ങവനം സ്വതന്ത്രം. എന്നിട്ട് അതെല്ലാം കൂടെ പാത്രീസ് ബാബ ഇത് ഭരിക്കും. ഇപ്പൊ എന്താണ് കാനഡയില് ഇന്നിവിടെ കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പാത്രീസ് ബാബ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പാത്രിയാർക്കൽ വികാരി എന്നാ പറയുന്നത്. ഒരാളെ അവിടെ നിയമിച്ചു. അമേരിക്കയിൽ ഒരു പാത്രിയാർക്കൽ വിരാതിയുണ്ട്, യാക്കോബായുടെ. അവിടെ ഒരാളെ നിയമിച്ചു. ഇപ്പൊ നാട്ടിലെ കാതോലിക്ക ബാബ ഇനി കാതോലിക്ക ബാബ ഉണ്ടാകാനും പോകുന്നില്ല. കാതോലിക്ക ബാബയ്ക്ക് നിയുക്ത കാതോലിക്ക ബാബയെ നിയമിക്കണമെന്നും പറഞ്ഞ് യാക്കോബായ സഭയിലെ സിനഡ് പാസ്സാക്കി, വർക്കിംഗ് കമ്മിറ്റി പാസ്സാക്കി. പാത്രീസ് ബാബയുടെ അരിക്കൽ കൊണ്ട് കൊടുത്ത് പറഞ്ഞ് നടക്കുകയില്ല. പാത്രീസ് ബാബ ഇനി കാതോലിക്ക ബാബയെ മലങ്കരയിൽ കാണുകയില്ല. അവിടെ അച്ഛനറിയാം, മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഇപ്പോൾ അവിടെ ഉണ്ട്. അദ്ദേഹമേ ഭരിക്കത്തുള്ളൂ. ഇപ്പൊ അധികാരമെല്ലാം ബാബായുടെ കയ്യിൽ. നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ നമ്മുടെ ഉൾഭരണ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനായ സമുദായത്തിലെ വിഷയം. സമയം പോവുകയാണ്. എനിക്കിനി തിരിച്ചങ്ങു ചെല്ലുകയും വേണം. ഞാൻ ചെന്നിട്ട് അവിടുത്തെ കൊച്ചു കുട്ടികളുണ്ട്, അവർ ഉറങ്ങത്തുള്ളെന്നും പറഞ്ഞിരിക്കുക. എന്നെ ഇപ്പൊ 100 മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ജ്ഞാനായ ദീപത്തിൽ എഴുതാമല്ലോ, നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല.
ഇവിടെ ആളിപ്പോ ഇത്രയും പള്ളിയിൽ ഇത്രയേ ഉള്ളെങ്കിലും എന്തോരോ ആളുകളായിരുന്നു ഇന്നലെയും ഒക്കെ വലിയ പള്ളികളിലൊക്കെ. നമുക്കറിയാമല്ലോ, ജനം മുഴുവൻ സമുദായത്തെ സ്നേഹിക്കുന്നവരാണ്. അമേരിക്കയിൽ ഞങ്ങളിപ്പോൾ 12 പള്ളികൾ പോയി അവിടെ വിലയിരുത്തുകയാണെങ്കിൽ 99% ജനങ്ങൾ, കുറച്ച് പേര് കാണും ഇല്ലെന്ന് പറയുന്നില്ല, അച്ഛൻ അറിയാം, ആ പറയുന്ന പത്രാച്ചന്മാരുടെ കൂടെയുള്ള 99 ഇല്ലെങ്കിൽ 95% ജനങ്ങളും ഒറ്റ ഇതിൽ കെട്ടിൽ നിൽക്കുകയാണ് ക്നാനായ സമുദായത്തിന് വേണ്ടി. നിങ്ങളും അതിൽ നിന്നതിൽ വളരെ നന്ദി ഞങ്ങൾക്കുണ്ട്. ക്നാനായ സമുദായത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ 27-ാം തീയതി ക്നാനായ അസോസിയേഷൻ കൂടുന്നുണ്ട്. അത് ലൈവായിട്ട് വിടുകയും ചെയ്യും, നിങ്ങൾക്കെല്ലാം കാണാം. എന്താണ്, ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. എല്ലാം നമ്മുടെ കൈ ശുദ്ധമാണെങ്കിൽ, എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ എഴുതുന്നത്, നമ്മുടെ കൈ ശുദ്ധമാണെങ്കിൽ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു? ഇവിടെ അച്ഛനൊക്കെ അറിയാം, അച്ഛൻ വന്ന കാലത്ത് NAKC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. 2012 തൊട്ട് അതിന്റെ കണക്കുണ്ടോ? അച്ഛനോ ആരെയും കണ്ടിട്ടുണ്ടോ? അതിന് കണക്കില്ല, ഇലക്ഷൻ ഇല്ല, അതിന്റെ എമൗണ്ട് എത്ര രൂപയാ, അല്ലെങ്കിൽ എത്ര രൂപ അതിൻ്റെ അകത്ത് ബാലൻസ് ഉണ്ട്, ഒന്നും അറിയില്ല. ഞങ്ങൾ 2023-24 കണക്കാ 27-ാം തീയതി അവതരിപ്പിക്കുന്നത്. ആർക്കും ഏത് ക്വസ്റ്റ്യനും ചോദിക്കാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ദിവസിക്കാം, ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കണം. അതാണ് ക്നാനായ അസോസിയേഷൻ വളരെ സുതാര്യമായി, എത്ര സ്ഥാപനങ്ങളുണ്ടോ അതിന്റെ മുഴുവൻ കണക്കുകൾ, സമുദായത്തിന്റെ കണക്കുകൾ ഇത്രയും സുതാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന യാതൊരു തെളിവുമില്ലാതെ ഓരോരുത്തർ ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് കൃത്യ കണക്ക് ഞാൻ സമുദായ മെത്രാപ്പോലീത്തായുമായിട്ട് ആലോചിക്കാതെ ക്നാനായ കമ്മിറ്റി 2017 മുതൽ മെത്രാപ്പോലീത്തായി ഞങ്ങൾ ആലോചിക്കാതെ ഒരു തീരുമാനവും എടുക്കത്തില്ല. ഞങ്ങൾ പരസ്പരം വളരെ വലിയ ധാരണയിലാണ്. അതിന് മുമ്പുണ്ടായിരുന്നവരൊക്കെ എങ്ങനെയായിരുന്നു തിരുമേനി പറഞ്ഞിട്ടുണ്ട്, ക്നാനായ കമ്മിറ്റി കഴിഞ്ഞ് മെത്രാപ്പോലീത്തായെ കാണത്തില്ല, അവരവരുടെ പാട്ടിന് പോകുന്ന ഒരു രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സമുദായത്തിൽ നടക്കുന്നതെല്ലാം ആരുടെയും ഗുണം വന്നാലും ദോഷം വന്നാലും ഒരു വ്യക്തിയുടെ മണ്ടയിലല്ല. ഞങ്ങൾ കൂട്ടായ രീതിയിൽ ആലോചിച്ചിട്ട് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാമല്ലോ, എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കഴിഞ്ഞ 2020 ഒരു തീരുമാനമെടുത്തത് വീണ്ടും അത് തിരുമേനിയെ തിരിച്ചയച്ചു. ആ തീരുമാനം എന്ന് പറയുന്ന മേഖലകൾ ഞങ്ങൾ പിരിച്ചുവിട്ടു. മേഖലകൾ ഇനി ക്നാനായ സമുദായത്തിന് ആവശ്യമില്ല. ക്നാനായ സമുദായ മെത്രാപ്പോലീത്തായെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ക്നാനായ അസോസിയേഷൻ തീരുമാനമെടുത്തത്. ഇപ്പോൾ നിയമപ്രകാരം അമേരിക്ക മേഖല എന്ന് പറയുന്നത് സമുദായ മെത്രാപ്പോലീത്തായുടെ കീഴിൽ മാത്രമാണ്. ആദ്യം ഞങ്ങൾ കൊടുത്തപ്പോൾ റിജക്ട് ചെയ്തു. രണ്ടാമത് വീണ്ടും ക്നാനായ അസോസിയേഷൻ പാസ്സാക്കി. അത് അംഗീകരിച്ച് നടപ്പിലായ കാര്യമാണ്. ഇവിടെ അമേരിക്കയിലെ നമുക്കറിയാം, നാട്ടിൽ ഉള്ളതുപോലെ വൈദികര താമസിക്കുന്ന സ്ഥലത്താണ്. തീർച്ചയായിട്ടും അമേരിക്കയിലെ വൈദികരെല്ലാം സമുദായത്തിന്റെ കീഴിലാണ്, സമുദായത്തിന്റെ പേരിൽ പട്ടമേറ്റവരാണ്. അവർക്ക് അതിൻ്റെതായ കൽപ്പനകൾ വരും. സമുദായത്തിൽ മേഖലകളില്ല, മേഖലകൾ മുഴുവൻ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ക്നാനായ സമുദായ മെത്രാപ്പോലീത്തായുടെ കീഴിലാണ്. ലോകം മുഴുവനുള്ള ആഗോള ക്നാനായ സമുദായത്തിലെ ദേവാലയങ്ങൾ മുഴുവൻ ക്നാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായുടെ കീഴിലാണ്. ഇടയ്ക്ക് നേരത്തെ ചില ധാരണകളുടെ 2003 കാലഘട്ടത്തിൽ ഒരു സമയത്ത് കുറെ കമ്മിറ്റിക്കാരും കുറെ ആളുകളും കയറി ഇങ്ങനെ മേഖല തിരിച്ചുവെങ്കിലും അന്നും അധികാരം കൊടുത്തിട്ടില്ല. കുറെ പള്ളികളുടെ ചുമതല കൊടുത്തു. ആ പള്ളികൾ ഇവിടെ അമേരിക്കയിൽ തന്നെ 3 ദേവാലയങ്ങളാ വേറെ സ്പ്ലിറ്റ് ആക്കി ഉണ്ടാക്കിക്കൊണ്ട് പോയിരിക്കുന്നത്. അതിനെക്കുറിച്ച് സമയം ഒത്തിരി പോകും. ആ ദേവാലയങ്ങളിലെ ക്നാനായ അസോസിയേഷൻ മെമ്പർമാരില്ല. ഞങ്ങൾ കൽപ്പന കൊടുത്തിട്ടില്ല. അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ലെങ്കിൽ ക്നാനായ സമുദായത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥയുണ്ടാവും. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ അച്ഛനോട് പറഞ്ഞത്, ക്നാനായ സമുദായത്തിന്റെ മെത്രാപ്പോലീത്തായാണ് ക്നാനായ സമുദായത്തിലെ അമേരിക്കയിലുള്ള മുഴുവൻ ദേവാലയത്തിന്റെയും അതിന്റെ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ക്നാനായ സമുദായ മെത്രാപ്പോലീത്തയ്ക്കേ. പിന്നെ 2003 ഭരണഘടന, ആ ഭരണഘടന ഞാൻ ഇന്ന് അവിടെ പറഞ്ഞതാണ്. ആ 2003 ഭരണഘടന ചേഞ്ച് ചെയ്യണം. 21 വർഷത്തിന് മുമ്പ് ഉണ്ടായതാ. അത് കഴിഞ്ഞാണ് 2013 എന്ന് പറഞ്ഞൊരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടന 506 എന്ന് പറയുന്ന നമ്പറിലുള്ള ഒരു കേസ് കൊടുത്തു. ആ കേസിന്റെ അന്നത് ആവശ്യമായിരുന്നു. എന്നാൽ 2017 തൊട്ട് അതിന്റെ ആവശ്യമില്ല. മഹാഭൂരിപക്ഷത്തിൽ നിൽക്കുക ക്നാനായ അസോസിയേഷൻ
മഹാഭൂരിപക്ഷത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ കാലാകാലങ്ങളിലെ അമെൻമെന്റ് നടത്തണം. വാദിയും ആ കേസ് നടത്താൻ സമ്മതിക്കുന്നില്ല, പ്രതികളായ സഹായമെത്രാന്മാരും ആ കേസ് നടത്താൻ സമ്മതിക്കുന്നില്ല. ആ കേസ് ഇങ്ങനെ കിടന്ന് എത്രയോ വർഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ടൈമിൽ ഞങ്ങള് ഈ ഒരു അമെൻമെന്റ് ഒന്ന് ചെയ്യുന്നതിന് വേണ്ടി നോക്കി. അപ്പം വക്കീലന്മാര് പറഞ്ഞു നടക്കില്ല, 506 കേസ് തീരാതെ നടക്കില്ല. ഈ പ്രാവശ്യം വന്നപ്പോൾ ഇനി 2028 വരെ ഇപ്പോഴത്തെ അസോസിയേഷൻ കാലാവധിയുണ്ട്. ഞങ്ങളത് ചെയ്തു നോക്കി. ഒരു 10 ഐറ്റം അച്ഛന്റെ അറിവിലേക്കാണ് 10 ഐറ്റം ഞങ്ങളൊന്ന് അമെൻഡ് ചെയ്തു. കോടതി സമ്മതിക്കില്ല. 506 കേസ് തീരുന്നിടം വരെ 2003 അനുസരിച്ച് പോകണം. ഈ 506 കേസ് തീർന്നില്ലേ നമ്മുടെ സ്ഥിതി എന്താ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകരുതെന്ന് ഞങ്ങൾ അതിന്റെ വാദികളോടും പല പ്രാവശ്യം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകരുത്, ഒരു തീർപ്പ് കൽപ്പിക്കും. ഇപ്പൊ നമുക്ക് മഹാഭൂരിപക്ഷത്തിലല്ലേ, ഒരു സമയത്ത് നമുക്ക് ഭൂരിപക്ഷം എന്നുള്ളതല്ല, ജ്ഞാനായ സമുദായത്തിന്റെ ജനങ്ങളും മനസ്സിലാക്കി ജ്ഞാനായ സമുദായം എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത്, ആരാണ്. ഒരു വീട്ടിൽ 2 അപ്പന്മാര് പറ്റുമോ? ഇപ്പോൾ ഇരിക്കുന്ന അപ്പനെ ഇറക്കി വിടാനായിട്ട് പാത്രികീസ് ബാവ കൽപ്പന കൊടുത്തിരിക്കുക. സമുദായ മെത്രാപ്പോലീത്ത കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകാനാ പറഞ്ഞിരിക്കുന്നത്. ക്ഷമയാചിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തു. അതിന്റെ മറുപടി വന്നത് ഞാൻ വേറൊരാളെ അവിടെ നിയമിച്ചിരിക്കുന്നു. ലോക ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? മുമ്പേ അച്ഛനോട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പോലും അറിയാത്ത കാര്യമാണ് പറയുന്നത്. സുറിയാനി സഭയുടെ കിരീടത്തിലെ രക്തക്കല്ലാണ് ജ്ഞാനായ സമുദായമെന്ന് ചക്കാപ്രഥമൻ പാത്രികീസ് ബാബ പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ ജ്ഞാനായ സമുദായത്തിന് പഴയ പാത്രികീസന്മാരുടെ പണ്ടുള്ള ഏരിയാശ്രീയം പാത്രികീസ് ബാബമാര് മുതൽ നമ്മളെ ബഹുമാനിച്ചിരുന്നവർ, നമുക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ, ഗുബർദീതി ഹാക്കീമോ, കിഴക്കിന്റെ വലിയ മെത്രാപ്പൊലീത്ത, അങ്ങനെ പല സ്ഥാനങ്ങളും തന്ന സമയത്ത് ഒരു മെത്രാപ്പൊലീത്തന്മാരുടെ പേരിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇതിന് സമയം പോകുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുക. ഇപ്പൊ പറയുന്നത് ഒരു വാക്കിൽ പറയാം. പാത്രിക ഇലക്ഷന് സമുദായ മെത്രാപ്പൊലീത്ത വോട്ട് ചെയ്തില്ലെന്നാണ് പറയുന്നത്, പച്ചയ്ക്കങ്ങ് പറയുക. അതുപോലെ തന്നെ കാതോലിക്ക ബാബ, ശ്രേഷ്ഠ ബാബ, അദ്ദേഹം വോട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് നമ്മുടെ സഹായ മെത്രാച്ചന്മാർ തന്നെ ഒരു സാക്ഷ്യം കൊണ്ടുപോയി അവിടെ നിർത്തി പറഞ്ഞത്. എനിക്കറിയാവുന്ന എന്നോട് നമ്മുടെ സഹായ മെത്രാച്ചന്മാർ തന്നെ പറഞ്ഞതാ. ഒരു സമയത്ത് ആ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാ. ഞങ്ങൾ ഒരു സാക്ഷിയെ അവിടെ കൊണ്ട് നിർത്തി പാത്രികീസിനോട് പറഞ്ഞത്. അപ്പൊ കാതോലിക്ക ബാബയുടെ പരിപാടി തീർന്നു. 2017 തൊട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളെല്ലാം എടുത്ത് അദ്ദേഹത്തിന് രോഗമാണെന്നാ പറഞ്ഞത്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, പയറ് പോലെ നടക്കുന്നത്. അദ്ദേഹത്തെ ഒതുക്കി ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപ്പൊലീത്തായെ മൂലക്കിരുത്താൻ നോക്കിയപ്പോൾ ഞങ്ങൾ ജ്ഞാനായ അസോസിയേഷനും ജ്ഞാനായ കമ്മിറ്റിയും ശക്തമായിട്ട് അതിനെ എതിർത്തത് കൊണ്ട് നടക്കുന്നില്ല. മുടക്കപ്പെട്ടതാണെങ്കിൽ സസ്പെൻഡ് ചെയ്താണ്. ഇപ്പൊ പള്ളി കയറാൻ പറ്റുമോ? ഇനി കയറാനുള്ള ഒരു പള്ളിയില്ല. സസ്പെൻഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ വരുന്നതല്ല സസ്പെൻഷൻ. ജ്ഞാനായ സമുദായത്തിലെ ഒരു ജനം പോലും അത് അംഗീകരിക്കുകയില്ല. ഞാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞത് എനിക്കിപ്പം 15 മിനിറ്റായി. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനിയും അടുത്ത സമയത്ത് നാട്ടിൽ വരുമ്പോൾ അപ്രൈസ് സെമിനാരിയിൽ വരണം. തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അപ്രൈസ് സെമിനാരിയുടെ ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ജ്ഞാനായ അസോസിയേഷൻ ഹോളും ഒക്കെ ഒന്ന് കാണണം. നമ്മളിപ്പോ ഇന്നൊരാൾ പറഞ്ഞു കോളേജിന് വേണ്ടി ഞങ്ങളുടെ 10 ഏക്കർ സ്ഥലത്ത് കോളേജ് ഉയർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ആർട്സ് കോളേജിലായിരുന്നു, ആള് കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മൾ വേറെ കുറെ കോഴ്സുകളൊക്കെ തുടങ്ങും. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കേസിന്റെ പുറകെ നടക്കുക. ഞങ്ങള് ഓരോ ദിവസവും ചെല്ലുമ്പോൾ കേസാണ്. ഇവിടെ അച്ഛൻ പറയുന്നത് പോലെ ഇനിയിപ്പം ചെന്ന് കഴിഞ്ഞാൽ ഇന്നൊരു വിധി വരുന്നുണ്ട്. തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇന്നിപ്പോ ഇവിടെ ഞായറാഴ്ച രാത്രിയായി. അവിടെ ഇന്ന് തിങ്കളാഴ്ച വിധി പറയുമെന്നാണ് പറയുന്നത്. ഈ ഒരു മാസവും ഞങ്ങളുടെ ഓരോ ദേവാലയത്തിലെയും പരിപാടി കഴിഞ്ഞ് ഹോട്ടലിൽ ചെല്ലും. വെളുപ്പിനെ 3 മണി വരെ നാട്ടിൽ നിന്ന് വിളിയ. ഓരോ ഡയറക്ഷനും തിരുമേനിയും ഞാനും കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നടത്തുനിന്ന് വക്കീലിനെ വിളിച്ചോണ്ട് വരണം, ഇന്നെ അഫിഡവിറ്റ് കൊടുക്കണം, പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്നു. അത് മിനിഞ്ഞാന്നുകൊണ്ട് കേസിന്റെ വാദം തീർന്നു. ഇന്ന് വിധി പറയുമെന്ന് അറിയാം. നേരം വിളിക്കുമ്പോൾ അറിയാം പറയുമോ ഇല്ലെന്ന്. എല്ലാവരും സമുദായത്തിന് വേണ്ടി, സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ. ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, അവിടെ ഇങ്ങോട്ട് ഞങ്ങൾ പോന്നപ്പോൾ ആരും പറഞ്ഞിട്ടല്ല നട വിളിക്കുക, സ്ത്രീകളാ അതിന്റെ ഫ്രണ്ട് ചെയ്ത് വിളിക്കുന്നത്. അതിന്റെ വീഡിയോ അവരിപ്പോ എനിക്ക് കിട്ടും. അത് കുറച്ച് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരും. സ്ത്രീകൾ അതിനു വേണ്ടി പറയുന്നുണ്ടല്ലോ. പണ്ട് പറഞ്ഞല്ലോ, കഴുതപ്പുറത്ത് യേശുക്രിസ്തു പോയപ്പോൾ പറഞ്ഞു, നിങ്ങള് ഈ കുഞ്ഞുങ്ങളെ തടയുകയാണെങ്കിൽ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾ ഇന്ന് നട വിളിക്കുന്നത് കണ്ട്, ഇന്ന് മാത്രമല്ല ഇതിനു മുമ്പും പല പള്ളികളിലെയും സ്ത്രീകൾ മുൻപോട്ട് ഇറങ്ങുന്നു. അവർക്കെല്ലാം ഈ ജ്ഞാനായ സമുദായം നിലനിൽക്കണം.
അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്കിനി അവിടെ മൻഹാട്ടനിൽ ചെല്ലണം. എല്ലാവരും സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്